വീണ്ടും ഫ്യൂഡൽ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജനപ്രതിനിധി എന്ന നിലയിൽ താൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. രാജ്യസഭ MP ആയപ്പോൾ മുതൽ ശമ്പളം എടുത്തിട്ടില്ല. അത് മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് പോയിട്ടുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ കടപ്പെട്ടിരിക്കുന്നത് പ്രജകളോട് മാത്രമാണ്. വ്യക്തമാണ്. ആ പ്രജകൾക്ക് ഞാൻ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഗന്ധത്തിൻ്റെയോ അതിർവരമ്പുകൾ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. രാജ്യസഭയിലിരിക്കുമ്പോൾ 6 വർഷവും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശമ്പളം തൊട്ടിട്ടില്ല. മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലെത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം വ്യക്തമായ കണക്കും എങ്ങനെ ആ കാശ് വന്നു, ശമ്പളം വന്നത് ഞാൻ എൻ്റെ അഭിമാനം, എൻ്റെ രാജ്യം എനിക്ക് തന്ന ശമ്പളം എന്ന് പറഞ്ഞ് എൻ്റെ SBI അക്കൗണ്ടിൽ, പാർലമെന്റ് അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് തന്നെ എൻ്റെ അധ്വാനത്തിൻ്റെ പണമെടുത്ത് ഞാൻ കൊടുത്തതവിടെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നയ പൈസ ഞാൻ അതിൽ നിന്നെടുത്ത് കഴിച്ചിട്ടില്ല. ബ്രാഹ്മണ്യ ഫ്യൂഡൽ പരാമർശങ്ങളുടെ പേരിൽ സുരേഷ് ഗോപി നേരത്തെയും വിമർശിക്കപ്പെട്ടിരുന്നു. ഇതിനിടെ പ്രജ എന്നത് മോഹൻലാൽ സിനിമയല്ലേ എന്ന പരിഹാസ പോസ്റ്റുമായി മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, ഈ പറഞ്ഞതുപോലെ മുൻപും ഇത്തരം സമാന പരാമർശങ്ങളുമായി അദ്ദേഹം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ അതങ്ങനെ നിക്ഷിപ്തമായി കിടക്കുന്ന ഒന്ന് തന്നെ ആയതുകൊണ്ട് അത് പുറത്തേക്ക് വീണ്ടും പലപ്പോഴായി വരുന്ന സാഹചര്യം, അതിന് ഈ വിമർശനങ്ങൾ കൊണ്ടൊന്നും അത് മാറുന്നില്ല. കേന്ദ്രമന്ത്രിയായാലും കാര്യങ്ങളൊന്നും മാറില്ല. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെത്തിയാലും ഈ വാക്കുകൾക്കോ ചിന്താഗതികൾക്കോ ഒന്നും ഒരു മാറ്റം വരില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ഈ കേട്ടത്. എന്താണ് സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എവിടെയായിരുന്നു ഈ പരാമർശം? മറ്റു വിവരങ്ങൾ. സംഗീത, അദ്ദേഹത്തിൻ്റെ കലിംഗ് സംഗമ പരിപാടിയിൽ ഇന്ന് മൂലമറ്റത്താണ് ഇത്തരത്തിലുള്ള പ്രസ്താവന സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നുള്ളത് അത് പലപ്പോഴും അദ്ദേഹത്തിന് സ്മരിക്കാതെ പോകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധയും, രാജാവും പ്രജയും എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭ MP ആയിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ശമ്പളം അത് ഇതുവരെ മറ്റൊരു കാര്യത്തിനും വിനിയോഗിക്കപ്പെട്ടിട്ടില്ല. അത് ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശമായി അദ്ദേഹം വന്നത്. അത് പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്ക് നൽകി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഒരു കേന്ദ്രമന്ത്രി, സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗവേദിയിൽ പറയുന്ന ചില വാക്കുകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശമ്പളം മറ്റു പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എങ്കിൽ പോലും, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു വരുന്നത് അത്തരത്തിലൊരു പ്രയോഗത്തിലൂടെയാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരം, ഏറ്റവും വളരെ മോശവുമായ ഒരു പ്രയോഗമാണ് നടത്തി വരുന്നതെന്നാണ് നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ 6 മാസത്തെ ശമ്പളം അത് പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് പോയത്. അപ്പോൾ ഈ ജനങ്ങളൊക്കെ ആരാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരൊക്കെ ആരാണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും ഉയരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു പരാമർശം വളരെ ദൗർഭാഗ്യകരമായ ഒരു പരാമർശമാണ് ഉണ്ടായിട്ടുള്ളത്. മുമ്പും ഈ ഫ്യൂഡൽ സംസ്കാരത്തിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, അടുത്ത ജന്മത്തിൽ തനിക്കൊരു ബ്രാഹ്മണനായി വേണം ജനിക്കാനെന്നും പിന്നീട് അയ്യപ്പനെ സേവിക്കാൻ കഴിയണമെന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി മന്ത്രിയാകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിട്ടുണ്ട്. സംഗീത സൂചിപ്പിച്ചതുപോലെ പല വേദികളിലും ഇത്തരം പ്രയോഗങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായി സുരേഷ് ഗോപി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് കലിംഗ് സംഗമം എന്നുള്ളത്. ആ സംഗമത്തിൽ മൂലമറ്റത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അവഹേളന പ്രസ്താവന, ആളുകളെ പുച്ഛിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന, വോട്ടർമാരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ MP ആയിരിക്കുന്ന ശമ്പളം അത് ഉപയോഗിക്കുന്നത് തൻ്റെ സ്വന്തമായ ആവശ്യത്തിനല്ല, തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനല്ല. അത് ജനങ്ങളുടെ, അല്ലെങ്കിൽ ജനങ്ങളെന്ന് പോലുമല്ല പറയുന്നത്, അത് പ്രജകളുടെ കഞ്ഞിപ്പാത്രത്തിലേക്കാണ് ഇടുന്നത്. അതിനൊക്കെയും കണക്കുകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും ഇത്തരം പരാമർശങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. സാംസ്കാരിക കേരളം ഇത് വീണ്ടും ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെ ഉദാഹരണമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് ആൽവിൻ. അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും ആ അർത്ഥത്തിൽ തന്നെ എന്നുള്ളതാണ്. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.